ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കിഴി പൊറോട്ടയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കിഴി പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിലെ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിലെ ബീഫ് ഞാൻ ഇതിന് മുന്നേ ചട്ടിച്ചോറ് എന്നുള്ളൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതിയാവട്ടെ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു മുട്ട, പിന്നെ വേണ്ട, അപ്പോൾ ഞാൻ 2 കപ്പ് മൈദയ്ക്കാണ് കേട്ടോ. ഒരു മുട്ട, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു മുരിഞ്ഞ് വരുമ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. അതിലേക്ക് 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ കൂടിയിട്ട് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിക്കുക. കൈ കൊണ്ട് തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാവ് കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നന്നായി കുറച്ച് ഒട്ടുന്ന രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കൂടി നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലോ, അത് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാവില്ല കയ്യിൽ വല്ലാണ്ട് ഒട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പോലെ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായി ഒന്ന് ഒട്ടുന്ന രീതിയിൽ കുറച്ച് ലൂസാക്കിയിട്ടാണ് കുഴച്ചിട്ടില്ല. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാൾ കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കുഴച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും ഗീയും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മേലെ പുരട്ടിയിട്ട് നനഞ്ഞ ക്ലോത്ത് വെച്ച് മൂടി വെക്കുക. അപ്പോൾ ഒന്ന് ഡ്രൈ ആവാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് വീണ്ടും ഞാനിപ്പോൾ കൗണ്ടർ ടോപ്പും ഇട്ടിട്ടാണ് നന്നായി കുഴക്കുന്നത്. അതാണ് നമുക്ക് കുഴച്ചെടുക്കാൻ ഏറ്റവും നല്ലത് അതാട്ടോ. അപ്പോൾ നമുക്കിത് വല്ലാണ്ട് വെള്ളം കൂടിയായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടോപ്പിൻ്റെ മീതെ കുറച്ച് പൊടി തൂകുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ കുഴച്ച മാവ് വെച്ചിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ വെള്ളം കറക്റ്റ് ആ ഒരു ലൂസ് നമുക്ക് ആ കയ്യിലൊട്ടാത്ത രീതിയിലുള്ള ആ ഒരു പരിവാകുന്ന രീതിയിൽ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ കൂടുതലായാലും അങ്ങനെ ചെയ്യാം. കുറവായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് പൊറോട്ട അത്ര കണ്ട് സോഫ്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കണം കേട്ടോ, എന്നാലോ ആ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ കേട്ടോ. ഇത് ഞാൻ ബട്ടറും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് കുറച്ച് പുരട്ടിയിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായി മാവ് ഇതുപോലെ വലിച്ച് നന്നായി കുഴയ്ക്കണം കേട്ടോ, എന്നാലേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. 10-15 മിനിറ്റോളം ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം. എന്നിട്ട് നനഞ്ഞ ക്ലോത്ത് കൊണ്ട് മൂടി വയ്ക്കാം. എന്നിട്ട് വീണ്ടും എടുക്കാം. ഇപ്പം നമ്മൾ നന്നായി കണ്ട നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം ചെയ്ത് വെക്കുക വേണം കേട്ടോ. അപ്പോൾ പൊറോട്ടയ്ക്ക് ഏറ്റവും മാവ് സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായി എൻ്റെ കുഴ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആവേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ നന്നായി സോഫ്റ്റായിട്ട് മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് ഓരോ ഉരുളകളാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2-3 പ്രാവശ്യം കുഴച്ചപ്പോൾ ഞാൻ കുഴയ്ക്കുന്ന ഫുൾ വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുള്ളൂ. നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്യുക. കൈവച്ച് തന്നെ ഉരുളകളാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ 4 ബോൾസാണ് ഇപ്പോൾ ഞാൻ എടുത്തുള്ളത്. ഇത്ര വലിയ പൊറോട്ടയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്കിതുപോലെ ബോൾസ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം മൂടി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആക്കി എടുക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് ഇതുപോലെ ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് ബട്ടറൊക്കെ തടയി പാത്രത്തിലേക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് നെയ്യും ബട്ടറും കൂടിയുള്ള മിക്സിൽ അതൊന്ന് തേച്ച് നമുക്ക് നനഞ്ഞ ക്ലോത്ത് കൊണ്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ വെള്ളം കുറച്ച് കൂടിയാലും കുറഞ്ഞു പോകണ്ട. കൂടി പോയാൽ തന്നെ നമുക്കത് പൊടി തൂകിയിട്ട് കുഴച്ചെടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കുറഞ്ഞു പോയാൽ നമ്മുടെ പൊറോട്ട സോഫ്റ്റായി കിട്ടില്ല കേട്ടോ, ഹാർഡായിട്ടിരിക്കും. ഇപ്പോൾ ഇത് മൂടി വെച്ച് ഞാനിത് പരത്തിയെടുക്കണം കേട്ടോ. അതൊരു മൂടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് ഞാനിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് പതുക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റുള്ള മാവായതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് പരന്ന് കനം കുറഞ്ഞാൽ തിന്നായിട്ട് തന്നെ വരും കേട്ടോ. അതിന് ശേഷം ഞാൻ ബട്ടർ നന്നായി അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ബട്ടർ ഒന്ന് തേച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇത്തിരി പൊടി തൂക്കി കൊടുക്കാം. പൊടി തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ ഈ പൊറോട്ട ചുട്ട് കഴിയുമ്പോൾ ലെയറായിട്ട് വിട്ട് കിട്ടാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മടക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ വീറ്റ് പൊറോട്ടയുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അതേപോലെ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് റോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തതും നമുക്ക് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഈ ചുരുട്ടി വെച്ചേക്കുന്നത് ഞാൻ പരത്തിയിട്ട് ചുടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൈ കൊണ്ട് തന്നെയാണ്, നമുക്ക് വേറൊന്നും ആവശ്യമില്ല. കൈ കൊണ്ട് ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് ചട്ടിയിലിട്ട് ചുട്ടെടുക്കാം.
അപ്പോൾ ചട്ടി നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിയും. അപ്പോൾ ഉള്ളു വേവില്ല, മൈദല്ലേ, അപ്പോൾ നല്ലോണം വേവുണ്ടേ. അപ്പോൾ തീയൊന്ന് കുറച്ച് വയ്ക്കുക. ഞാനത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും ഗീൻ്റെ മിക്സ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് കുറച്ച് കളർ മാറിക്കഴിയുമ്പോൾ ഒന്നായി തോന്നുമ്പോൾ നമുക്ക് തിരിച്ചിടാം. നല്ല ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ, തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കളറ് മാറും. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഇതുപോലെ ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ മീതെ ഒരു ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് മറ്റേ സൈഡൊന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും പൊറോട്ടേൻ്റെ രണ്ട് സൈഡും വെന്തിട്ട് കിട്ടിയിട്ട് നമുക്കിതൊന്ന് അടിച്ച് എടുക്കാം. കൈ രണ്ടും പൊറോട്ടേൻ്റെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ട് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ട ഉണ്ടാക്കാത്തൊരു ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കട്ടെ. പിന്നെ ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള തന്നെ പ്രത്യേകിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്, ബീഫ് കറിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കിഴി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പൊറോട്ട കൂടി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ, ഇതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിന് മുകളിലൊരു വലിയ പീസ് വാഴ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറുത് വെച്ചിട്ടുണ്ട്. അതായത് കീറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വാട്ടിയെടുത്ത വാഴയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു പൊറോട്ട വെച്ച് കുറച്ച് ബീഫ് കറി ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു പൊറോട്ട ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബീഫ് കറി ഒഴിക്കാം. അപ്പോൾ ബീഫ് കറി വെച്ചിട്ടുള്ള ചട്ടിച്ചോറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുള്ളതിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടിട്ട് ഒരു കറിയുടെ റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ കണ്ട് അതുപോലെ ട്രൈ ചെയ്താലും മതി കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സവോള അങ്ങനെ ഇട്ടുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അതും കുറച്ച് മല്ലിയിലയും തൂക്കി നമുക്കിത് കിഴി പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഫോയിൽ വെക്കുന്നത് വെച്ചാൽ നമ്മൾക്ക് വാഴ കെട്ടാനുള്ളൊരു വാഴയുടെ നാരൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോയിൽ വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി എടുത്തിട്ട് കിഴി പോലെ വെച്ച്. അപ്പോൾ ചട്ടിയിൽ ഇതൊരു പരന്ന ചട്ടി ആയതുകൊണ്ട് ഞാൻ എണ്ണ പതുക്കൊന്ന് ഇതിൻ്റെ മുകളിൽ തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ തടവിയിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് വെച്ചിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് ആവി കയറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുത്താലും മതി കേട്ടോ. ഇങ്ങനെ വെക്കണമെന്നില്ല. ഇതാകുമ്പോൾ പാനിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം നമുക്ക് കിഴി വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ ആ ഗ്രേവിയൊക്കെ പൊറോട്ടയിൽ പിടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാവും. അപ്പോൾ ചൂടായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എടുക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.